പെരുമ്പടപ്പ് പോലീസിന്റെ നടപടിയിൽ പ്രവാസി സംഘം നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. പുഴക്കര ക്ഷേത്രത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം മറയാക്കിയാണ് പെരുമ്പടപ്പ് സ്റ്റേഷനിലെ 7ഓളം പോലീസുകാർ ഗുണ്ടാസ് ജയിലിൽ അക്രമവും ഭീതിയും സൃഷ്ടിച്ചത്. ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള തർക്കത്തിൽ പോലീസ് ഇടപെടുമ്പോൾ മധ്യസ്ഥ ശ്രമത്തിന് മുൻകൈയെടുത്ത പ്രദേശവാസിയും പ്രവാസിയുമായ എരമംഗലം ചോറോത്ത് ബാലകൃഷ്ണനെയാണ് കള്ളക്കേസിൽ കുടുക്കി റിമാൻഡിലാക്കിയത്. കുടുംബസമേതം പൂരം കാണാനെത്തിയ ബാലകൃഷ്ണനെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുകയും വലിച്ചേച്ച് ജീപ്പിൽ കയറ്റുകയും ചെയ്തപ്പോൾ ഭാര്യ സിനി ഉത്സവപ്പറമ്പിൽ ബോധരഹിതയായി വീഴുകയായിരുന്നു. തുടർന്ന് പ്രദേശത്തുകാർ ആശുപത്രിയിൽ എത്തിക്കുകയാണുണ്ടായത്. പ്രവാസി സംഘം നേതാക്കൾ റിമാൻഡിൽ കഴിയുന്ന ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ചപ്പോൾ കൺമുന്നിൽ കണ്ട ഭീകരാന്തരീക്ഷത്തിന്റെ നെടുക്കത്തിൽ നിന്നും വിമുക്തരാവാതെ തളർന്നു കിടക്കുകയാണ് ഭാര്യയും 2 മക്കളും. സംഭവത്തിന് നേതൃത്വം കൊടുത്ത CPOമാരായ അരുൺനാഥ്, ജോജോ, ഉമേഷ്, സോമൻ, വിഷ്ണുനാരായണൻ, വിഷ്ണുതമ്പാൻ, ജോഷില കൂടാതെ മേൽക്കാര്യങ്ങളിൽ നിർദ്ദേശം നൽകിയ മേലുദ്യോഗസ്ഥരെയും അന്വേഷണ വിധേയരായി സസ്പെൻഡ് ചെയ്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പ്രവാസി സംഘം പൊന്നാനി ഏരിയ കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി ആവശ്യപ്പെട്ടു. പുഴക്കര പൂരവുമായി ബന്ധപ്പെട്ട് 2 വിഭാഗം കുട്ടികൾ തമ്മിലുണ്ടായ പ്രശ്നം, ആ പ്രശ്നത്തിൽ പോലീസ് ലാത്തി വീശിയ സമയത്ത് അതിൽ ആ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെടുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം ബാലകൃഷ്ണൻ അവരോട് പറഞ്ഞു, ഈ പ്രദേശത്തുള്ള ഒരു പൂരത്തിനകത്ത് കുട്ടികൾ തമ്മിലുണ്ടാവുന്ന ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ പോലീസ് അക്രമാസക്തമാകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചതിനാണ് അദ്ദേഹത്തെ മർദ്ദിക്കുകയും കുടുംബത്തോടൊപ്പം പൂരം കാണാൻ പോയതാണ് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണന്റെ ഭാര്യ സിനി ഇന്ന് ഞങ്ങൾ പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകർ അവരുടെ വീട് സന്ദർശിച്ചപ്പോൾ വളരെ ഭയവിഹലയായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ പ്രവാസി സംഘത്തിന്റെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് സംസാരിക്കാൻ തന്നെ തയ്യാറായത്. സ്വന്തം ഭർത്താവിനെ ആൾക്കൂട്ടത്തിൽ ജനമധ്യത്തിൽ വെച്ച് വലിച്ചഴച്ച് പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്ന ആ രംഗം കണ്ട് ബോധരഹിതയായി വീണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു നരനായാട്ട് നടത്താനുള്ള മാത്രം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ പരിശോധിച്ചു പോകേണ്ടതുണ്ട്. അതുമാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഈ കേസിലൊന്നും പ്രതി ചേർക്കപ്പെടാത്ത 2 കുട്ടികളെ, അനുരാഗ് എന്നും ആദിത്യൻ എന്നും പേരുള്ള 2 കുട്ടികളെ പെരുമ്പടപ്പ് പോലീസ് പിടിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്കല്ല അവരെ കൊണ്ടുപോയിട്ടുള്ളത്, പെരുമ്പടപ്പ് പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഈ കുട്ടികളെ പൊക്കിളിന് താഴെ നിന്ന് രോമം പിടിച്ചു വലിക്കുകയും അതുപോലെ തന്നെ അവരുടെ വൃഷ്ണങ്ങൾ പിടിച്ചുടയ്ക്കുകയും ചെയ്യുന്ന നിന്ദ്യവും നീചവും അപലപനീയവും അപരിഷ്കൃതവുമായിട്ടാണ് പോലീസ് പെരുമാറിയിട്ടുള്ളത്. പ്രവാസി ലീഗൽ സെൽ, പ്രവാസി കമ്മീഷൻ, പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്നിവിടങ്ങളിൽ പരാതി നൽകാനും ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് MK സുരേഷ് ബാബു, ഏരിയ പ്രസിഡന്റ് സക്കരിയ പൊന്നാനി, ട്രഷറർ M മുസ്തഫ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാജ് കടവനാട്, CP സക്കീർ, S ദിനേശൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.